അസ്സലാമു അലൈക്കും. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സൂറ യൂസുഫിലെ കുറച്ച് ലൈഫ് ലെസൺസ് നോക്കാം. പലപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. സൂറ യൂസുഫിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യാക്കൂബ് നബിയും യൂസുഫ് നബിയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് യാക്കൂബ് നബിയുടെ സന്താനങ്ങൾ നിമിത്തമാണ്. പലർക്കും പല ടെസ്റ്റായിരിക്കും, പല രീതിയിലുള്ള പരീക്ഷണങ്ങളായിരിക്കും. അപ്പോൾ അള്ളാഹു ഈ കുടുംബത്തിനെ ഈ രീതിയിലായിരുന്നു പരീക്ഷിച്ചത്. അപ്പോൾ നമ്മുടെ ലൈഫിലും പലർക്കും അള്ളാഹു ഈ ഓരോ ചരിത്ര വിവരണത്തിലൂടെയും റസൂലിന് ശേഷം നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ റിലേറ്റബിളായിട്ട് ഓരോ ആയത്തുകളും ഉണ്ടാവും, ഓരോ സ്റ്റോറീസ് ഉണ്ടാവും. അള്ളാഹു ഒരുപാട് പ്രോഫിറ്റ്സിൻ്റെ സ്റ്റോറീസ് നമുക്ക് പറഞ്ഞു തരുന്നു, അവരുടെ ഓരോ അനുഭവങ്ങൾ. അവരത് കഴിഞ്ഞിട്ട് അതിനെ എങ്ങനെയാണ് സമീപിച്ചത്, അതിൻ്റെ ലാസ്റ്റ് എങ്ങനെയായിരുന്നു, അവരെ ബുദ്ധിമുട്ടിച്ചവരുടെ അവസാനം എങ്ങനെയായിരുന്നു, അങ്ങനെ എല്ലാം. അപ്പോൾ അത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പരീക്ഷണങ്ങളിൽ നമ്മുടെ മനസ്സ് പതറിപ്പോകാതെ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിൽ എല്ലാം വരമേൽപ്പിച്ച് നമുക്ക് അള്ളാഹു എന്തിനാണോ നമ്മളെ ഇങ്ങോട്ട് അയച്ചത് ആ ഉത്തരവാദിത്വം ഭംഗിയായി സമാധാനത്തോടുകൂടി നമുക്ക് നിർവഹിച്ച് വിജയിച്ച് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ സാധിക്കും. നേരെ മറിച്ച് നമുക്ക് വരുന്ന പരീക്ഷണങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ ഒരു മനസ്സിന് ശക്തിയില്ലാതെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ മൈൻഡ് കൊണ്ടാണെങ്കിലും നമ്മുടെ ശരീരം കൊണ്ടാണെങ്കിലും നമ്മൾ കൂടെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനും മാത്രം ഒരു ധൈര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നത്, പലപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. മിക്കവാറും അതിൻ്റെ റൂട്ട് അസൂയയായിരിക്കും. ഏറ്റവും അടിസ്ഥാനം അസൂയയാണ്. അതിൽ നിന്നുമാണ് മറ്റു കാരണങ്ങൾ ഉണ്ടാകുന്നത്. യാക്കൂബ് അലൈഹിസ്സലാം എന്താ ചെയ്തത്? സബ്രൻ ജമീൽ. ആ പരീക്ഷണങ്ങളിൽ നമുക്ക് കണ്ടു പഠിക്കാൻ പറ്റുന്നതാണ്. അവരെ കയർത്ത് സംസാരിക്കാനോ പ്രതികാരം ചെയ്യാനോ ഒന്നും പോകാതെ ക്ഷമയോട് ഭംഗിയായി ക്ഷമിച്ചു. അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. പരീക്ഷണം എപ്പോഴും ഉണ്ടാവും. ഒരു ഘട്ടം വരുമ്പോൾ മാറ്റം വരും. നിങ്ങളെ വിഷമിപ്പിക്കുന്നവരോട് എത്രത്തോളം ആസനായി നിലനിൽക്കുന്നോ അത്രത്തോളം അന്തിമ വിജയം നമുക്കായിരിക്കും. നിങ്ങളുടെ പേര് ചെയ്യാത്ത തെറ്റ് ആരോപിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പലപ്പോഴും നമുക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടാവും. ചില സമയത്ത് അവർ നമ്മളെ വിഷമിപ്പിക്കും, പരിഹസിക്കും. അപ്പോൾ നമ്മുടെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ അതിനെതിരായിട്ട് പല രീതിയിൽ പ്രതികരിക്കും. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കാതെ വികാരത്തിനടിമപ്പെട്ട്. അപ്പം അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് കാര്യം വ്യക്തമായി പറയുക, പിന്നെ മിണ്ടാതിരിക്കുക. തവക്കൽത്തു അലല്ലാഹ് അത്ര മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ടൈമും എനർജിയും എല്ലാം വേസ്റ്റാകും. സത്യം എത്ര മറക്കപ്പെട്ടവയായാലും അതൊരിക്കൽ പുറത്തു വരും. നമ്മുടെ ഭാഗത്ത് സത്യമുണ്ട്, നല്ല നീയത്താണ്, തീർച്ചയായും എത്ര വൈകിയാലും അതിൻ്റെ റിസൾട്ട് കിട്ടും. വാക്കുകൾ കൊണ്ടും വിചാരം, പ്രവൃത്തി, വികാരം അങ്ങനെ ഏതവസ്ഥയിലും കൺട്രോൾ ചെയ്യാൻ യൂസുഫ് അലൈഹിസ്സലാം കാണിച്ചു തന്നു. തങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട, താനെ എല്ലാം റെഡിയായി വരും, അല്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാം ഓരോ ഘട്ടത്തിലും പരീക്ഷണങ്ങളുടെ ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്ന് ശരിക്കും നമുക്ക് ഈ സൂറയിലൂടെ പോയി കഴിയുമ്പോൾ അള്ളാഹു പിക്ചറൈസ് ചെയ്ത് തരുന്നുണ്ട്. ഇബ്ലീസിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ആരും മുക്തമല്ല. അപ്പം ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? യൂസുഫ് നബി ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് എല്ലാ കൺട്രോളുമുണ്ട്, എല്ലാ തെറ്റിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയും എന്നൊരിക്കലും വിചാരിച്ചില്ല. മനുഷ്യരാണ്, എപ്പോഴും നമ്മുടെ മനസ്സ് തെറ്റിപ്പോകാം. അതുകൊണ്ട്
എന്താ പറഞ്ഞ മാതല്ല എന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചു. അനുഗ്രഹം പരീക്ഷണമാകുന്നതും ഈ സൂറയിൽ കാണാം. ശാരീരികമാകാം, സൗന്ദര്യമാകാം, നല്ല വിദ്യാഭ്യാസമാകാം. എങ്ങനെ വിജയിക്കണമെന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം കാണിച്ചു തന്നു. അള്ളാഹുവിനെ നിരന്തരമായി മുറുകെ പിടിക്കാനും അള്ളാഹുലേക്ക് തിരിയുക, അള്ളാഹു സഹായിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൂടാതെ ഈ സൂറയിൽ പറയുന്നുണ്ട് നമ്മുടെ വിശേഷങ്ങൾ, വളരെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും എല്ലാവരോടൊന്നും പറയാൻ പാടില്ല, ആരോടൊക്കെ പങ്കുവെക്കാം എന്ന് കാണിച്ചു തരുന്നു. കാരണം യൂസുഫ് നബി സ്വപ്നം കണ്ടിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് വന്നു പറഞ്ഞു. യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമയോട് ഉപദേശിച്ചിട്ടുണ്ട്. നീ ഇത് മറ്റാരോടും പറയണ്ട, കാരണം സഹോദരങ്ങൾ ഓൾറെഡി അസൂയ ഉണ്ട് എന്നറിയാം. അപ്പോൾ അസൂയക്കാരുടെ ചെവിയിലെത്തുമ്പോൾ അവർ അതിനെതിരായിട്ട് വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരേ ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളാണെങ്കിലും അവർ വിവിധങ്ങളായ സ്വഭാവം, ക്വാളിറ്റി, കഴിവ് എല്ലാം വ്യത്യസ്തങ്ങളാവും. അതുകൊണ്ട് അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ അതിനനുസരിച്ച് പെരുമാറണം. അവരുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പെരുമാറാൻ. അതായത് മക്കളുടെ സ്വഭാവം മനസ്സിലാക്കണം, അതിനനുസരിച്ച് പെരുമാറണം. നമ്മുടെ ഉയർച്ചയിൽ മാതാപിതാക്കൾ സന്തോഷിച്ചാലും സഹോദരങ്ങൾ സന്തോഷിക്കണമെന്ന് നിർബന്ധമില്ല, കാരണം അവർ വ്യത്യസ്ത ചിന്താഗതിക്കാരായിരിക്കും. അടുത്തിടപെടുന്നവരുടെ ഇടയിലാണ് അസൂയ ഉണ്ടാകുന്നത്. ഈമാൻ ഉള്ളിടത്ത് അസൂയ ഉണ്ടാകില്ല. അസൂയ വന്നാൽ ഈമാൻ പോകും. അസൂയ ഉണ്ടായാൽ അള്ളാഹുവിനോട് നന്ദി ഉണ്ടാകില്ല. എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, എപ്പോഴും വിഷമം വരും. മറ്റുള്ളവരുടെ ഐശ്വര്യം കണ്ട് എനിക്കതില്ലല്ലോ എന്നോർത്ത് എനിക്കും മക്കൾക്കും കിട്ടിയില്ലല്ലോ. ഇത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഫാമിലി പ്രോബ്ലത്തിൻ്റെ അടിസ്ഥാനം അസൂയയായിരിക്കും. അസൂയ ഉള്ളവർ സ്വയം വിഷം കഴിച്ച് മറ്റുള്ളവർ മരിക്കാൻ കാത്തിരിക്കുന്നവരാണ്. അള്ളാഹുവിനോടുള്ള നന്ദികേടാണ് എനിക്ക് തരാത്തത് അവന് കൊടുത്തു. അള്ളാഹുവിനോട് ദേഷ്യം കാണിക്കലാണ് അസൂയ എന്നുള്ളത്. മറ്റുള്ളവർക്ക് കൂടുതൽ കൊടുത്തതിൽ അനിഷ്ടമുണ്ടാകരുത്. നമ്മൾ സ്വയം ചെക്ക് ചെയ്യണം. അവരുടെ നന്മ കാണുന്നില്ല, നമുക്ക് ആരോടെങ്കിലും അസൂയ തോന്നുകയാണെങ്കിൽ പിന്നീട് നമ്മൾ അവരുടെ നല്ല കാര്യങ്ങളൊന്നും നമ്മുടെ കണ്ണിൽ പെടില്ല. അവരുടെ ചെറിയ കുഴപ്പം വരെ കണ്ടെത്തും. അതാണ് ഹാബീലിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ സംഭവങ്ങളെല്ലാം ഈ അസൂയ കാരണമാണ്. ഓപ്പോസിറ്റുള്ള ആൾ പറയുന്നത് സത്യമാണെങ്കിലും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ മടി, കാരണം അസൂയ. അവരെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കും. അള്ളാഹു ആരെയെങ്കിലും അനുഗ്രഹിക്കാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് ഇൽമ നൽകുന്നു. അള്ളാഹു നമ്മൾ പണത്തിന് മറ്റുമാണ് വില കൊടുക്കുന്നത്. അള്ളാഹു പല രീതിയിൽ ആണ് നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്. പക്ഷെ നമ്മൾ ഈ ദുനിയാവിൽ എല്ലാവരും എല്ലാ കാര്യങ്ങളും അളന്നു നോക്കുന്നത് പണത്തിൻ്റെ പ്രശസ്തി, സൗന്ദര്യം, ആ വക ഇതിലാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമയ്ക്ക് ശുഭപ്രതീക്ഷ നൽകുന്നു. ഒരു വിശ്വാസിക്ക് അതാണ് വേണ്ടത്. അപ്പോൾ ഈ സൂറയിലുടനീളം ഒരു പോസിറ്റീവ് മൈൻഡാണ് യാക്കൂബ് നബി ആണെങ്കിലും യൂസുഫ് നബി ആണെങ്കിലും കൈക്കൊണ്ടിരിക്കുന്നത്. ഒരു സന്ദർഭത്തിലും അവർ നെഗറ്റീവ് അപ്രോച്ച് സ്വീകരിക്കുന്നില്ല. നമ്മുടെ ലൈഫിലും നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആകാൻ, എല്ലാ അവസ്ഥയിലും പോസിറ്റീവ് ആകാനാണ് നോക്കേണ്ടത്. അവർക്ക് അള്ളാഹു ഉണ്ട്. ഒരു മനുഷ്യനിൽ നിന്ന് വരുന്ന ഉപദ്രവം അയാളിൽ ദേഷ്യമുണ്ടാക്കാതെ പിശാചിൻ്റെ പരിപാടിയായി മാത്രം കാണുക, എല്ലാവരെയും കുറിച്ച് നല്ലത് പറയുക. അപ്പോൾ ഈ മക്കൾ ഈ യൂസുഫ് നബിക്കെതിരെ പ്രവർത്തിച്ചെങ്കിലും അവരോട് ദേഷ്യം വരാതിരിക്കാൻ കാരണം എന്താണ്? യാക്കൂബ് നബി മക്കളെയും പിശാചിനെയും വേറെ വേറെ കണ്ടു, അല്ലേ? നമ്മൾ മനുഷ്യനെയും പിശാചിനെയും വേറെ വേറെ കാണണം. പിശാച് ദുർബോധനം ചെയ്തിട്ടാണ് മനുഷ്യർ തെറ്റ് ചെയ്യാൻ വില്ലിങ് ആവുന്നത്. അപ്പോൾ ആ പിശാചാണ് അതിൻ്റെ റൂട്ട് കോസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പിശാചിനെയാണ് വെറുക്കേണ്ടത്. അവരെ അതിൽ നിന്നും മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് മനുഷ്യർ, അല്ലാതെ അവരോട് ഉള്ള ദേഷ്യമല്ല കാണിക്കേണ്ടത്. അപ്പോൾ പിശാചിൻ്റെ ആ ട്രിക്ക് അവിടെ ഫുൾഫില്ലായി വിജയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് നമുക്ക് അവരോട് ദേഷ്യം തോന്നിയാൽ പിശാച് എപ്പോഴും എല്ലാവരെയും തമ്മിൽ തെറ്റിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
അപ്പോൾ ഇതിൽ ഒരു പാരൻറ്റിങ്ങിനെ കുറിച്ചും ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആ സ്വപ്നം വന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എപ്പോഴും പറഞ്ഞു നമുക്ക് ആ ഫിയറിൻ്റെ അപ്രോച്ചിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് എന്ത് പറ്റും, ഉടനീളം അങ്ങനെ ഒരു ഫിയർ ഉള്ളിൽ കിടക്കും. നേരെ മറിച്ച് നമ്മൾ ഒരു ഇതാണ് കൊടുക്കേണ്ടത്, അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, അള്ളാഹു എല്ലാം നന്നാക്കി തരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കൊടുക്കേണ്ടത്. PNB രീതിയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസഫ് നബിയോട് കാണിച്ചത്. സ്വപ്നം പറഞ്ഞപ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ്, പ്രൊട്ടക്ഷൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു നെഗറ്റീവ് ഉണ്ട് അല്ലേ, അതാണ് വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് ആ പ്രൊട്ടക്ഷൻ, അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സൂക്ഷിക്കാൻ കാര്യങ്ങളുണ്ട്, അത് ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം ആ ഒരു പോസിറ്റീവ് അപ്രോച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രതീക്ഷയും കൊടുക്കുന്നുണ്ട്, ശുഭപ്രതീക്ഷ. അതുകൊണ്ട് പ്രതിസന്ധികളിലെല്ലാം പ്രതീക്ഷയോടെ സബറോടെ നിലകൊണ്ടു, പരാതി പറയാതെ അസൂയക്കെതിരെ അള്ളാഹുവിൽ നിന്നും രക്ഷ ഉണ്ടാകും. മാതാപിതാക്കൾ എപ്പോഴും നമ്മുടെ നന്മയെ ആഗ്രഹിക്കും. ഇപ്പോൾ പറയുന്നത് ശരിയല്ല എന്ന് നമുക്ക് തോന്നും, പിന്നീട് മനസ്സിലാകും അത് ശരിയായിരുന്നതെന്ന്. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുക. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പോൾ എന്താ, നമുക്കൊരു ഏജ് കഴിയുമ്പോഴാണ് കാര്യങ്ങൾ ഒരു പക്വതപരമായി നോക്കിക്കാണാൻ കഴിയുന്നത്. അപ്പോൾ ആദ്യം അവർ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനെതിരാണല്ലോ എന്നുള്ള രീതിയിൽ ദേഷ്യം വരും. പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ യൂസുഫ് അലൈഹിസ്സലാമയുടെ വഴിയിലാണോ അതോ സഹോദരങ്ങളുടെയോ? യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ വഴിയാണെങ്കിൽ പല പ്രയാസങ്ങളും ഉണ്ടാവും, പക്ഷേ എൻഡിങ് സക്സസ് ആയിരിക്കും. സഹോദരങ്ങളുടെ വഴിയാണെങ്കിൽ ചിലപ്പോൾ സ്മൂത്തായിരിക്കും, മാനസികമായി കുറേ പ്രയാസങ്ങളുണ്ടാവും, അവസാനം പരാജയം ആയിരിക്കും. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ വഴിയിലാണെങ്കിൽ ശാരീരികമായും ചുറ്റുപാടുമായും പ്രയാസങ്ങളുണ്ടെങ്കിലും മാനസികമായി ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ ആഗ്രഹം നടക്കാതിരിക്കുമ്പോൾ ഓർക്കുക, അള്ളാഹുവിൻ്റെ പ്ലാൻ മറ്റൊന്നായിരിക്കും. അള്ളാഹുവിൻ്റെ പ്ലാനാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അള്ളാഹു നമുക്ക് അതിനേക്കാൾ ബെറ്ററായിട്ടുള്ള എന്തോ പ്ലാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്ലാൻ വർക്കൗട്ടാകാത്തത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇനി ഇഷ്ടം എക്സ്പ്രസ് ചെയ്യുന്ന വ്യത്യസ്തത നമുക്ക് തോന്നും. മക്കളുടെ ഇടയിൽ പല കുട്ടികളോടും പല രീതിയിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത് ഇഷ്ടം. കാരണം ഒന്നില്ലെങ്കിൽ അത് ഒരു ചെറിയ കുട്ടികളോട് കൂടുതൽ ഇത് കാണിക്കും. പിന്നെ എന്തെങ്കിലും കുഴപ്പമുള്ള കുട്ടികളോട് ഒരു എക്സ്ട്രാ ഒരു ഇത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് മറ്റു കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇവർ തമ്മിൽ അസൂയ ഉണ്ടാവും. ഇപ്പോൾ ചെറുതായതുകൊണ്ടാകാം, ക്യാരക്ടർ വ്യത്യസ്തമായതുകൊണ്ട് അതിനനുസരിച്ച്, പിന്നെ ഉമ്മ ഇല്ലാത്തതുകൊണ്ട്, എന്തെങ്കിലും പോരായ്മ കൊണ്ട് അസൂയയുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ വേറെ തോന്നും. നമ്മൾ ഉടനെ പറഞ്ഞ് സോൾവ് ആക്കണം, തിരിച്ചറിവ് കൊടുത്താൽ മതി, അസൂയ മാറും. പിന്നെ അനുസരിക്കുന്ന മക്കൾ, അനുസരിക്കാത്ത മക്കൾ, അങ്ങനെ പല രീതിയിലുണ്ടാകും. ചില കുട്ടികൾക്ക് ഓവർ കുസൃതിയായിരിക്കും അല്ലേ, അപ്പോൾ അവരോട് ആ രീതിയിൽ എങ്ങനെയാണോ നിൽക്കുക അതേപോലെ. അതുകൊണ്ട് മക്കളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്കങ്ങനെ തോന്നുന്നുള്ളത്. ഇപ്പോൾ ഫ്രണ്ട്സ് സർക്കിളിൽ പെട്ടുപോയാൽ തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ ഉസ്ബത്ത് എന്ന് പറഞ്ഞാൽ ഒരേ നിലപാടുള്ള സംഘം. അവർ പൊതുവെ പാർട്ടിയുടെ വികാരത്തിന് അടിമപ്പെട്ടിരിക്കും. നമ്മൾ അങ്ങനെ ഒരു ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ അത് ഊരിയെടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പാർട്ടിയിൽ പിടിക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യും. അവർക്ക് ആ പാർട്ടിയോടുള്ള ഒരു സ്പിരിറ്റ് തലയിൽ കയറി കഴിയുമ്പോൾ അവരുടെ നീയ ഒന്ന് റീചെക്ക് ചെയ്യണം. കാരണം അവർ എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്? അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനാണോ അതോ അവരുടെ എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ സംഘടനയായിരിക്കും. സംഘടന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീവ്രമായ ഒരു നിലപാട് വരുമ്പോൾ അപ്പോൾ അത് നമ്മൾ റീചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതേപോലെ ചില കുട്ടികൾ സമരത്തിനിറങ്ങുന്ന പോലെ ബുദ്ധിക്ക് സ്ഥാനം ഉണ്ടാകില്ല. എന്ത് അടിപിടി കേസിന് വേണ്ടിയിട്ടും വേണമെങ്കിൽ അവരുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ മുമ്പിൽ ഇറങ്ങിത്തിരിക്കും. ഷെയ്ത്താൻ്റെ ട്രിക്കാണ് എന്നുള്ള
അനുഗ്രഹം കാണാതെ ഭൂമിയെക്കുറിച്ചുള്ള വ്യാധികളും ഭയവും ആകുലതകളും ഇട്ടു തരും അല്ലേ. നമുക്ക് ഒരുപാട് നന്മകൾ അള്ളാഹു അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അതേസമയം പിശാച് നമ്മുടെ മനസ്സിൽ വന്ന് ഇല്ലാത്തതിനെക്കുറിച്ച് വ്യാകുലതപ്പെടാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി തരും. അത് നേരെ മറിച്ച് നമ്മൾ ആ നെഗറ്റീവ് അത് മാറ്റി പോസിറ്റീവ് അപ്രോച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കാണാനും അള്ളാഹുവിന് ശുക്ർ ചെയ്യാനും ശ്രമിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ നിയമത്തിന് നന്ദി കാണിക്കാതിരിക്കാനാണ് പിശാച് നമുക്ക് അങ്ങനെ ഒരു തോട്ടിട്ട് തരുന്നത്. അള്ളാഹു തരുന്നത് പ്രതീക്ഷയാണ്, പിശാച് തരുന്നത് നിരാശയും. പിശാച് മുമ്പ് നിന്നും ഇങ്ങനെ ഒരായത്തിൽ പറയുന്നുണ്ടല്ലോ, മുമ്പിൽ നിന്നും പുറകിൽ നിന്നും ഇടത്തു നിന്നും വലത്തു നിന്നും എല്ലാം നമ്മളെ സമീപിക്കും പിശാച്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ പിശാചിൻ്റെ ഉപദ്രവം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ തന്നെയാണ്. അതുകൂടാതെ മുമ്പിൽ നിന്നുള്ളത് പറഞ്ഞാൽ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ഓരോ വ്യാകുലതകൾ. പിന്നെ പിന്നിൽ നിന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് അവർ അങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ അങ്ങനെ ഒരായത്തിൽ പറയുന്നുണ്ടല്ലോ, നമ്മൾ സൂറയിലാണോ ഹദീസിലാണോ എന്നറിയില്ല, ഇഫ് എന്ന് വാക്ക് പോലും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകാനേ പാടില്ല. അതൊക്കെ പിശാചിൽ നിന്നുള്ള ഒരു ഉപദ്രവമാണ്. അള്ളാഹു പറയുന്നു, കഴിഞ്ഞതിനുള്ള തെറ്റ് കുറ്റങ്ങൾക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് ഓർത്ത് വിഷമിച്ചിരിക്കാനല്ല പറയുന്നത്, ഇസ്തിഗ്ഫാർ ചെയ്യാനാണ് പറയുന്നത്. ഭാവിയിലുള്ളതിന് നമ്മൾ തവക്കൽ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ വലതുഭാഗത്ത് നിന്നുള്ളത് ഇങ്ങനെ ഞാനാണ് അവരെക്കാൾ വലുത് എന്നുള്ള ഒരു അഹംഭാവം. ഞാൻ നന്നായി ഖുർആൻ ഓതും എന്നുള്ള, ഇപ്പം നല്ല കാര്യങ്ങളിൽ നിന്ന് അതിൽ ഇടയിൽ കയറി പിശാച് ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ തോന്നലുകളൊക്കെ വരുത്തിയിട്ട് ഇനി ഇടതുഭാഗം തിന്മയിലേക്ക് പോകാൻ മടി, പ്രലോഭനങ്ങൾ, ആ രീതിയിൽ. ഇനി താഴെ നിന്നും മേലിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. താഴെ സുജൂദ് ചെയ്യുന്നു, പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്തതാണത്. സ്വർഗത്തിൽ നിന്ന് തന്നെ പുറത്തു പോയത് അതിന് ആ ഒരു പേര് പറഞ്ഞാണല്ലോ. അപ്പം മേലെ റബ്ബ് ഖുർആൻ ഇറങ്ങിയത്. സോ ഖുർആനും സുജൂദ്, അതാണ് നമുക്ക് ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നത് പിശാചിൽ നിന്നും. പിശാചിന് അത് രണ്ടിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മോർണിംഗും ഈവനിങ്ങും ഉള്ള അദ്കാർ, പിന്നെ ഹംദ്, അതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാം. അതിൽ നിന്നും പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റും. അറിവ് വർദ്ധിക്കുമ്പോൾ പിശാച് അഹങ്കാരം ഉണ്ടാക്കാൻ നോക്കും. ആരെങ്കിലും തിരുത്തുമ്പോൾ ദേഷ്യം വരും. നമുക്ക് കുറച്ച് അറിവുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് ആരെങ്കിലും നമ്മളൊന്ന് തിരുത്താൻ വന്നാൽ നമുക്ക് അപ്പം ദേഷ്യം വരും. അത് സാധാരണ അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഉള്ളിൽ ഈഗോ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ശത്രുക്കളോട് നമ്മുടെ വീക്ക്നെസ് പറയരുത്. അവർ അതുകൊണ്ട് തന്ത്രം പ്രയോഗിക്കും. ഈ സൂറയിൽ പറയുന്നുണ്ടല്ലോ, ചെന്നായെ പിടിച്ചാലോ എന്ന് ഭയപ്പെടുന്നു എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു. ആ ഒരു ഇതിൽ തന്നെ കയറി പിടിച്ചിട്ടാണ് അവർ എന്ത് ചെയ്ത് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടിട്ട് പറഞ്ഞു ചെന്നായ പിടിച്ചെന്നുള്ള കള്ളം പറഞ്ഞു. അപ്പോൾ അതാണ് അവർ യൂസ് ചെയ്തത് എന്ന് യാക്കൂബ് നബി പറഞ്ഞത്. തിരിച്ചു വന്നപ്പോൾ ചെന്നായ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞു. മാതാപിതാക്കളുടെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മക്കളാണോ, അതോ എന്തെങ്കിലും പറഞ്ഞ് സോപ്പിട്ട് ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്ത് സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്ന കുട്ടികളാണോ എന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ മക്കളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നോക്കണം. നമ്മുടെ ഇഷ്ടം, നമ്മുടെ ബുദ്ധിമുട്ട്, വിഷമം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണോ, അവർ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പറഞ്ഞ് സോപ്പിട്ട് അത് ചെയ്യാൻ നോക്കുന്ന കുട്ടികളാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാം. എനിക്ക് പേടിയാണെന്ന് ഉപ്പ പറയുമ്പോൾ കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെ ഉപ്പായെ ബുദ്ധിമുട്ടിക്കാതിരിക്കലാണ് ചെയ്യേണ്ടത് അല്ലേ. ആദ്യമേ പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് തന്നു വിടാൻ പേടിയാണെന്നുള്ളത്. എന്നിട്ടും അവർ ഓരോന്ന് പറഞ്ഞാണ് അത് സമ്മതിപ്പിച്ചത്. അപ്പോൾ കൊണ്ടുപോകാതിരിക്കലാണ് വേണ്ടത്. എനിക്ക് എൻ്റെ മക്കളിൽ വിശ്വാസമില്ല എന്ന് സ്വന്തം ഉപ്പാക്ക് മക്കളോട് പറയാൻ മടി. ഏത് മക്കൾ വഴിതെറ്റിപ്പോയാലും ഉടനെ മാതാപിതാക്കളുടെ കുറ്റമാണെന്ന് പറയരുത്, അല്ലാതെയും ഉണ്ടാകും അല്ലേ. നമ്മൾ എപ്പോഴും പറയും, ആരെങ്കിലും എന്തെങ്കിലും അവർ മര്യാദയ്ക്ക് നോക്കാനായിട്ടാണ്. ഇത്രയും നല്ല ഒരു പിതാവിൻ്റെ മക്കളായിട്ട് വരെ അവർ വഴിതെറ്റിപ്പോയി. അസൂയ എന്ന അസുഖം ഹൃദയത്തെ ബാധിച്ചാൽ മറ്റുള്ളവരുടെ സങ്കടം ഒന്നും കാണില്ല.
സ്വയം ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കും. മറ്റേ ഭാഗത്താണ് തെറ്റ്, അവർ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞു. ഖുർആൻ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നില്ല. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ അത്യാവശ്യമുള്ളപ്പോൾ അല്ലാതെ. മാതാപിതാക്കളുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും. നമ്മളും ഇതുപോലുള്ള ഈ യൂസുഫ് നബിക്ക് സംഭവിച്ച പോലത്തെ പ്രശ്നത്തിൽ അകപ്പെടാം. അപ്പോഴൊന്നും നമ്മൾ തളരരുത്. അവസാനം അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും. പ്രതീക്ഷ കൈവിടരുത്. എപ്പോഴും നെഗറ്റീവ് അറിയുകയും കാണുകയും ചെയ്താൽ എന്ത് വന്നാലും മുമ്പിൽ നെഗറ്റീവ് തെളിയും മനസ്സിൽ. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ന്യൂസസ് എല്ലാം അവോയ്ഡ് ചെയ്യുക. അത് വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഹൊറർ മൂവീസ്, ക്രൈം മൂവീസ് അത് കണ്ട് പിന്നെ എന്ത് കണ്ടാലും ഒന്നും തോന്നില്ല. അള്ളാഹു ഓരോ കാര്യങ്ങളും നമ്മളിൽ നടപ്പാക്കുന്നത് കാലതാമസം എടുത്താണ്. എല്ലാം പെർഫെക്റ്റ് ആക്കാനാണ്. നമ്മൾ തിരക്ക് പിടിക്കാതെ വെയിറ്റ് ചെയ്യണം. ചില കാര്യങ്ങൾ ഒന്ന് നടന്ന് കിട്ടാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമവും ഒക്കെ വരും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സബറോടുകൂടി അള്ളാഹുവിൻ്റെ തീരുമാനം വന്നെത്തുന്നത് വരെ കാത്തിരിക്കണം. കാരണം എന്താ, അള്ളാഹു ആ വഴി കൂടെ നമ്മളെ കുറച്ചും കൂടെ നമ്മുടെ കാര്യങ്ങൾ കുറച്ച് പെർഫെക്റ്റ് ആക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ആ ടൈം എടുക്കുന്നത്. കാരണം നമ്മൾ അത്രമാത്രം അള്ളാഹുമായിട്ട് അടുക്കും. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടാവും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. യൂസുഫ് നബി വാപ്പയോടൊപ്പം സുരക്ഷിതമായി വളർന്നിരുന്നെങ്കിൽ ഇത്രയും കഴിവുള്ള യുവാവായി മാറില്ലായിരുന്നു. നമുക്ക് വരുന്ന ഓരോ ആപത്തിലും നമ്മൾ പെട്ടെന്ന് അത് മാത്രമേ നമ്മുടെ കണ്ണിൽ കാണുള്ളൂ. പക്ഷേ പലപ്പോഴും നമുക്ക് നിയമത്തൊക്കെ കൂടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ചില സമയത്ത് അള്ളാഹുമായിട്ട് അകലും. നമ്മൾ അലസരാകും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിങ് ആവില്ല. ഇങ്ങനെ വെറുതെ സൂചിച്ച് നമ്മുടെ കഴിവൊന്നും യൂസ് ചെയ്യാതെ പോകും. അതേസമയം നേരെ മറിച്ച് പരീക്ഷണങ്ങളിലൂടെ വിജയിച്ച് വരുന്നവരാണ് ശക്തരാകുന്നത്. അപ്പോൾ യൂസുഫ് നബിയെ ഈ വഴിയിലൂടെ എല്ലാം സഞ്ചരിച്ചത് വഴി യൂസുഫ് നബിക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായി, ഒരുപാട് കഴിവുകളുണ്ടായി. ചെറുപ്പം മുതൽ ഒരു രാജ്യത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. അതേസമയം വാപ്പാടെ കൂടെ തന്നെ ഇങ്ങനെ പുന്നാരിച്ച് നിന്ന് പോയാലോ ഒരു കഴിവും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ നഫ്സുമായുള്ള ജിഹാദ് അവസാനം വരെ നമുക്കുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ മാനേജ് ചെയ്യേണ്ട കാര്യം നമ്മുടെ നഫ്സുമായിട്ടുള്ള ആ ഒരു ജിഹാദാണ്. നമ്മൾ എപ്പോഴും ആഹ്സനായിരിക്കണം, സ്വഭാവത്തിലും പ്രവർത്തനങ്ങളിലും. നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി അത് മറ്റൊരു കാരണം കൊണ്ടും അത് കളയാതെ ഒരു സിറ്റുവേഷനിലും അതിനൊരു മാറ്റം വരുത്താതെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും ഖുർആൻ പരിശുദ്ധമായതുകൊണ്ട് വളരെ മോശപ്പെട്ട കാര്യവും മാന്യമായി പറഞ്ഞിരിക്കുന്നു അല്ലെ. ഈ സൂറയിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതിലൊന്നും അതിൻ്റെ ഏറ്റവും നല്ല വേർഡ്സ് യൂസ് ചെയ്ത് ഏറ്റവും നല്ല മാന്യമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. വഴിതെറ്റി പോകുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്താ പറയുക? മാഅദല്ലാ, അള്ളാഹുൽ ശരണം എന്ന് പറയുക. വിട്ടു നിൽക്കുന്നവർക്ക് അർശിൻ്റെ തണൽ നൽകും. അപ്പം ഏറ്റവും വഴിതെറ്റിപ്പോകാനുള്ള ഒരു ഭയങ്കരമായ ഒരു സിറ്റുവേഷനിൽ വന്നു പോയാലും എന്നിട്ട് എല്ലാ അനുകൂല സാഹചര്യങ്ങളും ആരും അറിയാത്ത രീതിയിൽ തെറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിട്ടും ആ സമയത്ത് മാഅദല്ലാ എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു അർശിൻ്റെ തണൽ നൽകും. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ. ജയിലിൽ പോയി താഴേക്കിടെയുള്ള ആളുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ യൂസുഫ് നബിക്ക് പറ്റി. സ്വപ്ന വ്യാഖ്യാനത്തിന് രാജാവ് വിളിച്ചപ്പോൾ ബൈബിളിൽ പല രീതിയിലും ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രാജാവ് വിളിച്ചപ്പോൾ പോയിട്ടില്ല. കൈമുറിഞ്ഞ ആളുകളെക്കുറിച്ച് ചോദിച്ച ശേഷം രാജാവ് സുലൈഖയോട് കാര്യം തിരക്കി. അവളുടെ കുറ്റമായിരുന്നു എന്ന് സമ്മതിച്ചു. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ യശസ്സ് ജനങ്ങൾക്കിടയിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു. ഇപ്പോൾ സൈക്കോളജി പറയുന്ന പോലെ യൂസുഫ് നബി
എന്താ ഐ ആം ഞാൻ ഭയങ്കര ബോൾഡാണ് എന്നല്ല പറഞ്ഞത്, അല്ലേ? നമുക്ക് ആൾക്കാരോട് ബോൾഡാകും, പക്ഷെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എന്താ പറയേണ്ടത്? ഐ ആം വീക്ക്. അള്ളാഹ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, എന്നെ സഹായിക്കണമേ, ഞാൻ വീക്കാണ്. ആ ഒരു അപ്രോച്ചാണ് വേണ്ടത്. അപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്നും മാറ്റി നിർത്താൻ അള്ളാഹു ഉദ്ദേശിച്ചു. അങ്ങനെ ആ കൊട്ടാരത്തിൽ നിന്ന് ആ ജയിലിലേക്ക് പോയി. നമുക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെന്താ ഓരോ പരാതിയും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് സമയം കളയും. അപ്പോൾ ആദ്യം തന്നെ ഒരു പരാതി പറഞ്ഞ് തർക്കിച്ച് ഒന്നും സമയം കളഞ്ഞില്ല, ക്ഷമയോടെ കാത്തിരുന്നു. അതാണ് ഈ സൂറയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു എന്നെക്കൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ക്ഷമ പരീക്ഷിക്കാനാവും. വെയിറ്റ് ചെയ്തു, റബ്ബ് സത്യം തെളിയിച്ചു, അല്ലേ? പീക്ക് ടൈം എത്തുമ്പോഴാണ് അള്ളാഹു സഹായം ചെയ്യുക. അതിന് കാത്തിരിക്കാതെ എപ്പോഴും പരാതി പറഞ്ഞ് നടക്കരുത്. നന്മ വർദ്ധിപ്പിക്കുക, മനസ്സ് നന്നായി വെക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹുൽ ഭരമേൽപ്പിക്കുക, പുറത്തു കൊടുക്കുക. നമ്മളോട് ആൾക്കാർ ചെയ്യുന്നതെല്ലാം നമ്മൾ പുറത്തു കൊടുക്കുക, കോപം ഇല്ലാതാക്കുക, ശാന്തരാകുക. ഇതാണ് നമ്മുടെ ഒരു മൈൻഡിൻ്റെ സ്റ്റെബിലിറ്റിക്കും ഒരു കാംനെസ്സിനും എല്ലാം ഈ കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇത് നേരെ മറിച്ച് ദേഷ്യം വന്നോ പ്രതികാരം വന്നാൽ നമ്മുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാവും. പിന്നീട് മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അൺകണ്ടീഷണലായി പ്രവർത്തിക്കുക. ഇപ്പം യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ ഉന്നത സ്ഥാനത്തിലെത്തി, അല്ലേ? തൻ്റെ കഴിവിനെ തിരിച്ചറിഞ്ഞ് തനിക്കത് ഏറ്റെടുത്ത് നടത്താൻ കഴിയുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. അതുവഴി പ്രബോധനം നടക്കുമല്ലോ. നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിലും നമ്മൾ ഭയങ്കര മടിയായിട്ട് പുറകോട്ട് നിൽക്കാതെ നമുക്കുള്ള കഴിവ് ഈ സമൂഹത്തിൽ അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ള രീതിയിൽ, അതുവഴി മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകണം, അതുവഴി നമുക്ക് പ്രബോധനം ചെയ്യാൻ സാധിക്കും. ആ വക കാര്യങ്ങളെല്ലാം നോക്കി നമുക്ക് തന്ന കഴിവിനെ നമ്മൾ യൂസ് ചെയ്യാൻ മുന്നോട്ടിറങ്ങി വരാം. അള്ളാഹു പ്രവാചകന്മാർക്ക് ഇത്രമാത്രം പരീക്ഷണം നൽകിയത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ഉയർന്ന പദവി നൽകാനുമാണ്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കേണ്ട. മനസ്സിനെ കൺട്രോൾ ചെയ്യാനും മനസ്സമാധാനം കൊടുക്കാനും പ്രതീക്ഷയുള്ള വാക്കുകളും പ്രവൃത്തികളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പ്രതീക്ഷയുണ്ടാകാൻ അള്ളാഹു തന്നെ തന്ന പരീക്ഷണങ്ങളെ പരാതിയില്ലാതെ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ഇപ്പം മൊബൈൽ തന്നെ ഒരു പരീക്ഷണമാണ്, അല്ലേ? ഏറ്റവും വലിയ പരീക്ഷണമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ മൊബൈൽ. ഇനി സൗകര്യം, സമ്പത്ത്, അങ്ങനെ എല്ലാ രീതിയിലും പരീക്ഷിക്കും. നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് നമ്മൾ മറക്കില്ല, അവർ മറക്കും. കാരണം അവർ യൂസുഫ് നബിയുടെ സഹോദരങ്ങളെ പോലെ ഗഫ്ലത്തിലാണ്. യൂസുഫ് നബി അവരെ തിരിച്ചറിഞ്ഞു, അവർ തിരിച്ചറിഞ്ഞില്ല. കാരണം അവർ അന്ന് കുറച്ച് വലുതായിരുന്നു. ഇപ്പോൾ കണ്ടാലും തിരിച്ചറിയാം, യൂസുഫ് നബി അന്ന് ചെറുതായിരുന്നു. ഇപ്പോൾ ആകെ മാറി. യൂസുഫ് അലൈഹിസ്സലാം അവരോട് നന്നായി പെരുമാറി, വേണ്ട സാധനങ്ങൾ കൊടുത്തു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാപ്പയെയും അനുജനെയും കൂടെ കൂട്ടിയില്ലെങ്കിൽ അവർക്കുള്ളത് തരില്ല എന്ന് പറഞ്ഞു. പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ ഹിക്മത്തോടുകൂടി പറയണം. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാതെ അവരെന്ത് ഓർക്കും ഇവരെന്ത് ഓർക്കുമെന്ന് കരുതേണ്ടതില്ല. ക്ഷാമം വന്നപ്പോൾ ഈജിപ്തിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ ശേഖരിക്കാൻ വന്നതാണ് അവർ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു തന്ത്രപ്പാടും എഫേർട്ടും എടുക്കേണ്ട. പകരം ആ ശ്രമം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനാകട്ടെ, സമാധാനവും സന്തോഷവും ലഭിക്കും. ഒരുപാട് ടൈമും എഫേർട്ടും എല്ലാം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം അതൊക്കെ ഒരു വേസ്റ്റ് ഓഫ് ടൈമാണ്, വേസ്റ്റ് ഓഫ് എനർജിയാണ്. നമുക്ക് ആകെ അള്ളാഹുവായിട്ടേ ഉള്ളൂ ഇടപാട്. അള്ളാഹുവിനെ മാത്രം നമുക്ക് തൃപ്തിപ്പെട്ടാൽ മതി. നമ്മുടെ ഏറ്റവും വലിയ എയിം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് കാണിച്ചു കൊടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. നമുക്ക് പറയാനുള്ളത് എവിടെയാണെങ്കിലും നമ്മൾ പറയണം. വികാരത്തിന് അടിമപ്പെടാതെ കട്ട് ആൻഡ് ക്ലിയറായി ഒരു മുഅ്മിന് എപ്പോഴും ചിന്തിച്ച് ഹിക്മത്തോടു കൂടി കാര്യങ്ങൾ പറയുന്നവനാകണം. അതിനുള്ള ധൈര്യം കാണിക്കണം.